കാളിയുടെ ദംഷ്ട്ര എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? ഇത് ശ്രീരാജേട്ടൻ, പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാരുടെ കൊച്ചുമകൻ, വാദ്യവേളങ്ങളിൽ മിടുക്കൻ, അതിലുപരി വിഷ്ണുവേട്ടന്റെ കൂടെ പഠിച്ച കൂട്ടുകാരൻ. മേളത്തിൽ മാത്രമല്ല മുടിയേറ്റിലും പറ്റാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ കാളിക്ക് വേണ്ട ദംഷ്ട്ര കുരുത്തോല കൊണ്ട് നല്ല ഭംഗിയായി അതിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ട് വയ്ക്കുന്നവരുണ്ട് അത്ര, പക്ഷെ ഇവിടെ ആ പ്രാചീന രീതി തന്നെ തുടരുകയാണ് കേട്ടോ. ഓരോ രംഗങ്ങൾ കഴിയുമ്പോഴും ദംഷ്ട്ര മാറ്റി വയ്ക്കും. കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ദംഷ്ട്ര വായിൽ അണുക്കൾ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഞാനിങ്ങനെ പറഞ്ഞു പോകട്ടോ, പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ഇല്ലാത്ത വാചകടി ആയതുകൊണ്ട്. ഈ എപ്പിസോഡിൽ മെയിൻ ഹൈലൈറ്റ് മധുചേട്ടൻ കെട്ടണ കാളിവേഷത്തിനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ ദേ അപ്പുറത്ത് കിടന്ന് സുഖനിദ്രയിൽ പ്രാപിച്ചിരിക്കുന്ന ധാരിക വേഷത്തിനായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കണം കേട്ടോ, എങ്കിലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവും. കാളിവേഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കരി തേച്ച മുഖത്ത് ചുട്ടിമാവ് കൊണ്ട് വസൂരികല ഉണ്ടാക്കുന്നു. വലിയ ചക്കമുള്ളിന്റെ ആകൃതിയാണ് കേട്ടോ വസൂരികലയ്ക്ക്. നെറ്റിയില് 2 വരിയായി നീളത്തില് ചുവപ്പ് പൊടി കൊണ്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. വലിയ 2 കണ്ണുകള് ചുട്ടിമാവ് കൊണ്ട് തീർക്കുന്നുണ്ട്. അതുകൂടാണ്ട് 2 കണ്ണുകളുടെ നടുവില് മുകളിലായിട്ട് നെറ്റിത്തടത്തില് മൂക്കിന്റെ അറ്റത്ത്, കീഴ്ചുണ്ടിന്റെ കീഴ്ഭാഗത്ത്, 2 കണ്ണുകളുടെ കീഴ്ഭാഗത്ത്, അങ്ങനെ 5 സ്ഥലങ്ങളിൽ ഭംഗിയായിട്ട് നാടൻ ചെത്തിപ്പൂവ് തണ്ട് കളർത്തിയിട്ട് ഭംഗിയിൽ ഒട്ടിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചുണ്ടിന്റെ 2 വശത്തു നിന്നും അകലത്തിൽ 2 കണ്ണുകളുടെയും വലത് ഭാഗത്തെത്തൊക്കെ വണ്ണം 2 വരിയിൽ ചുവപ്പ് പൊടി കൊണ്ട് വരയ്ക്കുന്നുണ്ട്. കൺതടങ്ങളിൽ മഷിയും തേച്ച് ചുണ്ടിലെ ചായല്യം തേച്ചാൽ കാളി സെറ്റ്. മുഖത്തെഴുത്തും ചുട്ടികുത്തലും ഒക്കെ കഴിഞ്ഞിട്ടും എന്താ ഇപ്പൊ കാളിയും താരിങ്ങനെ ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ? കൂടാരം പഞ്ചേണ്ട കാല് മസാജും പിന്നെ ചോദിക്കണ്ടല്ലേ. അതുകൂടാതെ ശിവവേഷധാരിയായ ശ്രീഹരിയും അതുപോലെ നാരദ വേഷധാരിയായ അഖിലും ഒരുങ്ങണേ ഉള്ളൂ. അതിന് കാരണം ഭഗവതിയുടെ പുറത്ത് എഴുന്നള്ളിപ്പും കളഴുത്തും പാട്ടും മാച്ചതിന് ശേഷമാണ് മുടിയേറ്റ് തുടങ്ങുള്ളൂ. ആദ്യം ദീപം തെളിയിക്കുക, പറന്നിറക്കുക, കൊട്ടിവെക്കുക തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം അരങ്ങുവാഴ്ത്തൽ, പിന്നീട് ശിവനാരദ സംവാദമാണ്. അതിൽ നാരദ മഹർഷി അസുരനായ ദാരികന്റെ വീരപരാക്രമങ്ങൾ വർണ്ണിക്കുന്നതും കുറച്ച് ഏഷണിയും കൂട്ടി കലർത്തി പറയുന്നതുമാണ് ശിവനാരദ സംവാദം. അതിനുശേഷം ദാരിക പുറപ്പാടാണ്. അസുരരാജാവായ ദാരികൻ അരങ്ങത്ത് വരുന്ന ഭാഗം, തിരനോട്ടം, രംഗപൂജ, തന്റെ വീരപരാക്രമങ്ങൾ കാണിക്കുന്ന ഭാഗം, പോർവിളി, ഇവയെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്പട, ത്രിപുട, അടന്ത, ചമ്പ എന്നീ താളക്രമണത്തിലാണ് പുറപ്പാട്. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രം പൊയ്ക്കാട്ടിശ്ശേരിയിലുള്ള മുടിയേറ്റ് കാണിക്കാനുള്ള കാരണം തന്നെ ഇതാണ് കേട്ടോ, ജനപ്രവാഹമാണ്. കാളിപ്പുറപ്പാടാകുമ്പോഴേക്കും പറയാൻ സത്യം പറയാലോ, ഈ ദാരിക പുറപ്പാട് കാളിപ്പുറപ്പാട് പോലെയല്ല, ഇരുന്ന് കാണുന്നത് കൊണ്ട് ചെറുതായി ഉറക്കം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു ചായ കുടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോഴേക്കും കാളിയുടെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി കാളിപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പാണ്. ജനങ്ങളുടെ ഇടയിൽ ഓടി നടന്നിട്ടുള്ള ഒരു കാളിപ്പുറപ്പാട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പൊ എങ്ങനെയാ, ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവല്ലേ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.